തിരുവചനം തിരുവചനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ, പ്രാപിക്കാൻ നമ്മളെല്ലാവരും വിശ്വാസത്തിൽ യാത്ര ചെയ്യണം എന്ന സത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നാം ഇന്ന് വിചിന്തനത്തിനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ് സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 5 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് നാം അത് വായിക്കുന്നത്: വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് വിശ്വാസത്താൽ നയിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങളാണ്. ദൈവം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ അനുഗ്രഹ വാഗ്ദാനങ്ങളാണ് വിശ്വാസത്തിൻ്റെ ആധാരം, അടിസ്ഥാനം. കാഴ്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ അനുഭൂതി വിശേഷങ്ങളാണ്. വേദപുസ്തകം പറയുന്നു, സ്വന്തം അനുഭൂതി വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ വാഗ്ദാനങ്ങൾ പ്രാപിക്കുക അസാധ്യമാണ്. എന്നാൽ ആരാണോ തന്നിലേക്ക് തിരിയാതെ ദൈവം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ അനുഗ്രഹ വാഗ്ദാനങ്ങളിലേക്ക് നോക്കി നടക്കുന്നത്, വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങളിലേക്ക് നോക്കി ആരാണോ ജീവിതത്തെ ക്രമീകരിച്ച് ആ മാർഗത്തിലൂടെ നടക്കുന്നത്, അവരുടെ മേൽ ദൈവം ക്രിസ്തുവിൽ വാഗ്ദാനം ചെയ്ത സർവ്വ അനുഗ്രഹങ്ങളും വ്യാപിക്കുകയും ഈ ഭൂമിയിൽ തന്നെ അവർ അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളായിട്ട് തീരുകയും ചെയ്യും. വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഒരു നല്ലൊരു ഉദാഹരണം വരുന്ന പ്രകാരമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപാണ്, ഞാനൊരു അച്ഛൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബൈക്ക് ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും താഴെ വീണു. എനിക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. എന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഓപ്പറേഷന് വിധേയനാക്കി. കാരണം ഇതാണ്: എൻ്റെ തൈബോൺ ആ ആക്സിഡൻറ്റിൽ ഒടിഞ്ഞു പോയിരുന്നു. എന്നെ ഓപ്പറേഷന് വിധേയനാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം: ഇത്രയും നാൾ സ്വാതന്ത്ര്യത്തോടെ നടന്നിരുന്ന എനിക്ക് അതിനുശേഷം നടക്കാനായിട്ട് സമ്മാനമായിട്ട് ഡോക്ടർ ഒരു സമ്മാനം നൽകി. മറ്റൊന്നുമല്ല, ഒരു വാക്കിംഗ് സ്റ്റിക്ക്. പിന്നെ ഞാൻ നടക്കുന്നത് ആ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ്. മാസങ്ങൾ കടന്നുപോയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടറിനെ പരിശോധിച്ചു, എക്സ്റേ ഒക്കെ എടുത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ജോസച്ച, എ ഗുഡ് ന്യൂസ്, ഒരു നല്ല സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടുണ്ട്. അച്ഛൻ്റെ ഒടിഞ്ഞ എല്ല് വീണ്ടും പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. യു ആർ ഹീൽഡ്. അച്ഛൻ സൗഖ്യം പ്രാപിച്ചു. നാളെ മുതൽ അച്ഛന് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായം വേണ്ട, അല്ലാതെ നടന്നുകൊള്ളുക എന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ആശ്രമത്തിലേക്ക് ചെന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. സാധാരണ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്: ആദ്യം കൈ നീട്ടി ആ വാക്കിംഗ് സ്റ്റിക്ക് എടുക്കും. എന്നിട്ട് എൻ്റെ ഒടിഞ്ഞ കാലിന് കൊടുക്കേണ്ട ആ ബലം ആ വാക്കിംഗ് സ്റ്റിക്കിന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കാല് തറയിൽ ചേർത്ത് വെച്ച് എഴുന്നേൽക്കാനായിട്ട് പരിശ്രമിക്കുക. അന്ന് പതിവ് പോലെ ഞാൻ കൈ നീട്ടി വാക്കിംഗ് സ്റ്റിക്ക് എടുക്കാനായിട്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, മാസങ്ങളായിട്ട് ഞാൻ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ചില ശീലങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. വീണ്ടും ഞാൻ കൈ നീട്ടി വാക്കിംഗ് സ്റ്റിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ പറഞ്ഞു,
ഓ ജോസച്ച, ഇന്ന് മുതൽ വോക്കി സ്റ്റിക്ക് വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം എന്നെ അനുസ്മരിപ്പിച്ചു. അപ്പോൾ ഞാനത് ഓർത്തത്, ശരിയാണല്ലോ എന്ന് ഞാൻ ഓർത്ത് ആ വോക്കി സ്റ്റിക്ക് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് കാല് തറയിൽ ചേർത്ത് വെച്ച് ഞാൻ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ മിന്നൽ പോലൊരു വേദന, അതിശക്തമായ വേദന ഞാൻ ആ കാലിൽ അനുഭവിച്ചു. ഞാൻ എന്ത് ചെയ്യണം? പ്രിയ സഹോദരങ്ങളെ, ഡോക്ടർ പറഞ്ഞു യു ആർ ഹീൽഡ്, ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഞാൻ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അതിശക്തമായിട്ടുള്ള വേദനയാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഡോക്ടർ പറഞ്ഞനുസരിച്ച് വോക്കി സ്റ്റിക്ക് ഉപേക്ഷിച്ച് എൻ്റെ വേദനയെ ഗവനിക്കാതെ എനിക്ക് നടക്കാനായിട്ട് പരിശ്രമിക്കാം. അല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും നടക്കുന്നതിന് വേണ്ടി വോക്കി സ്റ്റിക്കിൻ്റെ സഹായം എനിക്ക് സ്വീകരിക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പല മറുപടികൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു ഡോക്ടറിന് തെറ്റുപറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറോട് വീണ്ടും വിളിച്ച് ചോദിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ വീണ്ടും വിളിച്ച് ചോദിച്ചു. ഡോക്ടർ ഒരു പക്ഷേ വീണ്ടും എക്സ്റേ ഒക്കെ പരിശോധിച്ച് കാണണം. അതിനുശേഷം വീണ്ടും ഇങ്ങനെ അറിയിച്ചു, അച്ഛൻ്റെ കാലിൻ്റെ എല്ല് പൂർവ്വസ്ഥിതിയിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിക്കണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി വോക്കി സ്റ്റിക്കിൻ്റെ സഹായം ഇല്ലാതെ നടക്കണം എന്ന് അറിയിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്, കാല് വീണ്ടും പൂർവ്വസ്ഥിതിയിലായി, എല്ല് പൂർവ്വസ്ഥിതിയിലായി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അച്ഛൻ അനുഭവിക്കുന്ന വേദനയാണ്. അതിന് കാരണം എന്താണ്? അത് എല്ല് സൗഖ്യം പ്രാപിക്കാത്തതുകൊണ്ടല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അച്ഛൻ നടന്നത്, മാസങ്ങളായിട്ട് നടന്ന ഈ വോക്കി സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതിന് സംഭവിച്ച കാര്യം ഇതാണ്, ആ കാലിൻ്റെ മാംസപേശികളൊക്കെ ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് അച്ഛൻ നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചുരുങ്ങിയ മാംസപേശികൾ വീണ്ടും വലിയുന്നതിൻ്റെ വേദനയാണ്. അതിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല, ഗവനിക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതിനെ അനുസരിച്ചു. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം ഞാൻ വോക്കി സ്റ്റിക്ക് ഇല്ലാതെ തന്നെ നടക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ആ സമയത്തൊക്കെ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വേദന അപ്രത്യക്ഷമായി. ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ഡോക്ടർ പറഞ്ഞ ആ സൗഖ്യം ഞാൻ അനുഭവിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അന്ന് ഡോക്ടർ പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ എൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്ന് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ വചനം പങ്കുവയ്ക്കാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ആ വാക്കി സ്റ്റിക്കും കൊണ്ട് വരേണ്ടി വരുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതല്ല. ആ വലിയ ഡോക്ടർ പറഞ്ഞ കാര്യം, യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് അനേക അനുഗ്രഹ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ, തേജസ്സോടെ, അനുഗ്രഹത്തോടെ വ്യാപരിക്കുന്നതിനായിട്ട് നമ്മൾ നടക്കേണ്ട വഴികളെക്കുറിച്ച് അനുഗ്രഹ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മിലേക്ക് തിരിയുമ്പോൾ അതൊന്നും കാണാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല. ഞാനീ പറഞ്ഞ ഉദാഹരണത്തിലെ പ്രശ്നം എന്തായിരുന്നു? അന്ന് ഡോക്ടർ ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്നിലേക്ക് തിരിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കാലിൻ്റെ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. അന്ന് എൻ്റെ വേദനയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ പറയുകയാണ്, ഈ വേദന മാറാതെ ഞാൻ വോക്കി സ്റ്റിക്ക് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്കൊരിക്കലും വോക്കി സ്റ്റിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴൊക്കെ വോക്കി സ്റ്റിക്ക് ഉപേക്ഷിക്കുന്നുവോ അന്നൊക്കെ ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞനുസരിച്ചപ്പോൾ ആ സൗഖ്യം ഞാൻ അനുഭവിക്കുന്നത് നാളുകൾക്ക് ശേഷമാണ്. ഇതുപോലെയാണ് ദൈവം നമുക്ക് ചില അനുഗ്രഹ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ തന്നിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള യാത്രയിൽ നമ്മൾ വിശ്വാസത്തിൽ തന്നെ നടക്കണം. നമ്മിലേക്ക് തിരിയുമ്പോൾ പലപ്പോഴും ആ വാഗ്ദാനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. എന്നാൽ വിശ്വാസത്തിൽ നടക്കുമ്പോൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആ വാഗ്ദാനങ്ങൾ നമ്മുടെ മേൽ അനുഗ്രഹമായിട്ട് പ്രകടമാകും. ഇന്ന് പലരും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം വിശ്വാസത്തിൽ നടക്കാൻ അവർ പരാജയപ്പെടുന്നു. ഇന്ന് അനേകം ക്രൈസ്തവരെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ന് ഭൂരിഭാഗം ക്രൈസ്തവരും ഇമോഷണൽ ക്രിസ്ത്യൻസാണ്. എന്ന് വെച്ചാൽ അവരെ നയിക്കുന്നത് അവരനുഭവിക്കുന്ന അനുഭൂതി വിശേഷങ്ങളാണ്. ആത്മീയ ജീവിതത്തിൽ നല്ല തീക്ഷ്ണത അനുഭവിക്കുമ്പോൾ അവർ വേഗത്തിൽ ഓടുന്നുണ്ട്. എന്നാൽ ആത്മീയമായിട്ടുള്ള സന്തോഷങ്ങൾ, ആശ്വാസങ്ങൾ പിൻവലിക്കപ്പെടുമ്പോൾ ഭൂരിഭാഗം പേരും പതറിപ്പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ഇഷ്ടംപോലെ അടയാളങ്ങൾ സമൃദ്ധമായിട്ട് നൽകാറുണ്ട്. നിങ്ങൾ രക്ഷാകര ചരിത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ജയം പ്രാപിച്ചത് ആരാണ്? വിശ്വാസ വീരന്മാരാണ്. അനുഭൂതിക്ക് പ്രാധാന്യം കൊടുത്തവർക്ക് പലർക്കും യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകം നമുക്ക് തരുന്നു. ഉദാഹരണം പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ
ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കാൻ കാരണം എന്താണ്? ദൈവം തിരഞ്ഞെടുത്ത മോശയിലൂടെ അനേകം അടയാളങ്ങൾ ജനസമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. അടയാളങ്ങൾ കണ്ടപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പറ്റി. നല്ല കാര്യം, മനുഷ്യപ്രകൃതിയിൽ അങ്ങനെയാണ് മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര ആരംഭിക്കുന്നത്. ഈജിപ്ത് അവർ ഉപേക്ഷിച്ചു. അവർ കാനാൻ ദേശത്തിൻ്റെ സൗഭാഗ്യം സ്വന്തമാക്കണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നാം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശരീരത്തിൽ ആരംഭിച്ച് ശരീരത്തിൽ അവസാനിപ്പിക്കാനല്ല, ശരീരത്തിൽ ആരംഭിച്ച് ആത്മാവിൽ പൂർത്തിയാക്കാനാണ്. മനുഷ്യപ്രകൃതിയിൽ ആരംഭിച്ച് ക്രിസ്തുഭാവത്തിൽ രൂപാന്തരപ്പെടാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈജിപ്ത് എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ്. കാനാൻ ദേശം ആത്മീയ ലോകത്ത് ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന ദൈവ പൈതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. തേനും പാലും ഒഴുകുന്ന ദേശമെന്ന് പറയാൻ കാരണം നമ്മൾ ആത്മീയ മനുഷ്യരായിട്ട് തീരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹ സമാധാനവും സന്തോഷവും നമ്മുടെ ദേഹി ആത്മാവിൽ അനുഗ്രഹത്തോടെ വെളിപ്പെടും. ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അനുകൂലങ്ങളിൽ സന്തോഷം, പ്രതികൂലങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, പ്രതികൂലങ്ങളിൽ വീണ്ടും മനസ്സ് തളർന്നു പോകുന്നു. ഏതായാലും കാനാൻ ദേശത്തെക്കുറിച്ച് കേട്ട് മോശയിലൂടെ ദൈവം അടയാളങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ജനം യാത്ര ആരംഭിക്കുന്നുണ്ട്. അവരാവേശത്തോടെ ആരംഭിച്ചു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ അവരനുഭവിച്ചു. അവർ നയിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ കാഴ്ചയാൽ തന്നെ, സംശയമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ചെങ്കടൽ അവരുടെ മുൻപിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ പ്രവർത്തിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വിശ്വസിക്കാനാവാത്തൊരു അത്ഭുതം കൺമുൻപിൽ അവർ കണ്ടു. ചെങ്കടൽ ജലം ഇരുഭാഗത്തേക്ക് വിഭജിക്കപ്പെട്ടു. അതിൻ്റെ നടുവിലൂടെ, കരയിലൂടെ എന്നതുപോലെ അവർ നടന്ന് ആ കടലിൻ്റെ മറുകരയിൽ എത്തിച്ചേർന്നു. വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നുണ്ട്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് മരുഭൂമി അനുഭവങ്ങളാണ്. ഇത് ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവം നമുക്ക് പരിശീലനം തരുന്നതാണ്. പിന്നെ ഇസ്രായേൽ ജനം വിശ്വാസത്തിൽ നടക്കാൻ കർത്താവ് പരിശീലനം നൽകുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും വിശ്വാസത്തിൽ നടക്കേണ്ട ഇഷ്ടംപോലെ സമയങ്ങൾ വരുന്നു. ആ സമയത്ത് നമ്മുടെ നോട്ടം ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനത്തിലായിരിക്കണം. നമ്മിലേക്ക് തിരിയുമ്പോൾ, പരിസരങ്ങളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആശ്വാസവും നമുക്കില്ല. ലോകത്തിൽ നമ്മൾ അനുഭവിച്ച ആശ്വാസം പോലും പിൻവലിക്കപ്പെടുന്ന സമയങ്ങളിലൂടെ ഒരാത്മാവ് കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ അത് കഴിഞ്ഞാൽ അവൻ്റെ മേൽ സ്വർഗശക്തി വ്യാപരിക്കും. ഇതെല്ലാം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വെളിപ്പെട്ടത് ക്രിസ്തുവിൽ തന്നെയാണ്. നമ്മളതിലേക്ക് സാവധാനം കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ദൈവം ആത്മീയ ജീവിതത്തിൽ, നിങ്ങൾ പലരും ആത്മീയ ജീവിതം ആരംഭിച്ചത് ആത്മീയ അനുഭൂതികളുടെ അകമ്പടിയോടുകൂടിയായിരിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. തളർന്ന ഒരു മനുഷ്യന് ആത്മസന്തോഷം കിട്ടുന്നു. ഒരു ശരീരത്തിൽ രോഗസൗഖ്യം പ്രാപിക്കുന്നു. ദൈവീയമായ അത്ഭുതങ്ങൾ, അസാധ്യ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹകരം വെളിപ്പെട്ട് നീ അത് അനുഭവിച്ചു. പക്ഷെ കുറേ കഴിയുമ്പോൾ സമാനമായ അനുഭവങ്ങൾ നമുക്ക് അന്യം വന്നു പോകുന്നു. ഈവൻ ആത്മീയമായിട്ടുള്ള സന്തോഷം പോലും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ജനം അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് ഇതാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് വിശന്നു. ഇവിടെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അങ്ങനെ ദൈവം അവർക്ക് ആകാശത്ത് മന്ന വർഷിച്ചു കൊടുക്കുന്നുണ്ട്. അതേക്കുറിച്ച് വേദപുസ്തകം പറയുന്ന 3 റെഫറൻസ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വലിയ ആത്മീയ ഉൾക്കാഴ്ച നൽകുന്നൊരു കാര്യമാണ്. മന്നയെക്കുറിച്ച് നമ്മൾ ആദ്യം വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, ദൈവം ആ മരുഭൂമിയിൽ അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ചു, അവർ വിശപ്പകറ്റാൻ വേണ്ടി. ആദ്യ സമയത്ത് ആ മന്ന കിട്ടിയപ്പോൾ അവർ ശേഖരിച്ചു. അതെല്ലാം ശേഖരിച്ചതിന് ശേഷം അവർ പറയുന്ന കമൻറ്റ് ഇതാണ്. അതേക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 16 31 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ മന്ന വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുമുള്ളതായിരുന്നു. യെസ്, അത്രമാത്രം സ്വാദുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ നിറമാണെങ്കിൽ നല്ല മഞ്ഞ് പോലെ വെളുത്തത്, തേനിൽ മുക്കിയെടുത്ത അപ്പം പോലെ നാവിനത് അത്രമാത്രം രുചികരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അവർക്ക് സന്തോഷമായി. ദൈവം ഇടപെട്ട് വലിയ സ്വാദുള്ള മന്ന അവർക്ക് വിശപ്പകറ്റാനായിട്ട് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ വായിക്കുന്ന കാര്യം, വീണ്ടും അതിനുശേഷം മറ്റൊരവസരത്തിൽ
അവർ വിശന്ന് വലഞ്ഞപ്പോൾ ദൈവം അവർക്ക് സമാനമായിട്ട് മന്ന നൽകുന്നുണ്ട്. ആ മന്ന അവർ ശേഖരിക്കുന്നു. എന്നിട്ട് അതേക്കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആ അപ്പത്തെക്കുറിച്ച് അവർ പറഞ്ഞ അഭിപ്രായം എന്താണ്? എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേതുപോലെയായിരുന്നു അതിൻ്റെ രുചി. ഒരേ മന്ന തന്നെയാണ്, സ്വീകരിക്കുന്ന ഒരേ ജനം തന്നെയാണ്. ആദ്യം അത് സ്വീകരിച്ചപ്പോൾ അവർക്കത് തേനിൽ ചേർത്ത മുക്കിയെടുത്ത അപ്പം പോലെ സ്വാദുള്ളതായിട്ട് അനുഭവപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പറയുന്ന കമൻ്റ് എന്താണ്? എണ്ണയിൽ ചുട്ട അപ്പത്തിൻ്റേതുപോലെയായിരുന്നു അതിൻ്റെ രുചി. എന്ന് വെച്ചാൽ നമ്മൾ അടയുണ്ടാക്കാറില്ലേ, രുചി കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, വിശപ്പകറ്റാൻ അത് ധാരാളം മതി. അവരത് സ്വീകരിക്കുന്നുണ്ട്, വിശപ്പകറ്റുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ വായിക്കുന്ന മന്ന ദൈവം നൽകുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെയാണ്. 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഇതുപോലെ ആകാശത്ത് ദൈവം മന്ന വർഷിച്ചു. ആ മന്ന എല്ലാവരും ശേഖരിച്ചു. അതിനുശേഷം അവർ പറയുന്ന അഭിപ്രായം നമ്മൾ വായിക്കുന്നത് 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. അവർ പറഞ്ഞ കമൻ്റ് എന്താണെന്ന് അറിയാമോ? ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾക്ക് മടുത്തു. പ്രിയ സഹോദരങ്ങളെ, ഒരേ അപ്പം തന്നെ ആ ജനം 3 പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്? സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. ഈ അപ്പം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദൈവാനുഭവമായിട്ട് എടുത്തുകൊള്ളുക. അതാദ്യം പ്രാപിച്ചപ്പോൾ വലിയ സന്തോഷം അവരുടെ ദേഹത്തിൽ അനുഭവിക്കാൻ പറ്റി. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം തേൻ പോലെ മധുരിച്ചു. എന്നാൽ സമാനമായ എക്സ്പീരിയൻസ് വീണ്ടും കിട്ടുമ്പോൾ എന്തോ അതിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? ഇമോഷൻസ്, ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കില്ല. അത് ആത്മീയമായിട്ടുള്ള അനുഭൂതികളാണെങ്കിലും അത് കൂടും കുറയും, ഉദിക്കും അസ്തമിക്കും, പ്രത്യക്ഷമാകും അപ്രത്യക്ഷമാകും. അനുഭൂതികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്ക് യാത്ര വളരെ ദുഷ്കരമായിട്ട് തീരും. ഇസ്രായേൽ ജനത്തിന് പറ്റിയ കാര്യം അതാണ്. ഇന്ന് അനേകർ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകാൻ കാരണം എന്താണ്? ഒരിക്കലും വലിയ ആത്മീയ സന്തോഷം തന്ന കാര്യങ്ങൾ അതേ വ്യക്തി തന്നെ ചെയ്യുന്നുണ്ട്. ആത്മീയ സാധനങ്ങളായിരിക്കാം, പക്ഷെ ഒരു സന്തോഷം തരുന്നില്ല. എന്തുകൊണ്ടാണ്? ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഒരാഴ്ചക്കാലം നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് വായിക്കുമായിരുന്നു. കാരണം എന്താണ്? എന്നാൽ വചനം വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് ബോഡിക്കകത്ത് നല്ല തീക്ഷ്ണത അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്ലസൻറ്റ് സെൻസേഷൻ. എന്താണ് ഇമോഷൻ എന്ന് വെച്ചാൽ? പോസിറ്റീവ് ഇമോഷൻ, പ്ലസൻറ്റ് സെൻസേഷനാണ്. അപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ നല്ല തീ പിടിക്കുന്ന അനുഭൂതി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കും. നല്ല കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു, വീണ്ടും വേദപുസ്തകം എടുത്ത് വായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നു. കാരണം എന്താണ്? അതേ വചനം വായിക്കുമ്പോൾ അതേ വ്യക്തി വായിക്കുന്നു, പക്ഷേ ഈ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വചനം പോരാ. അന്ന് മധുരമുള്ള കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ പോരാ. ചിലർ കുറേ കഴിയുമ്പോൾ അത് വില കെട്ടതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് വേദപുസ്തകം അടച്ചു വയ്ക്കുന്നു. ഏത് ആത്മീയ അനുഭൂതികൾ നിങ്ങൾ എടുത്തുകൊള്ളുക, അത് തരുന്ന ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞ് ഇല്ലാതായിട്ട് തീരും. പക്ഷെ ആ സമയത്തും ആര് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് നോക്കി യാത്ര തുടരുന്നുവോ അവർക്ക് വീണ്ടും അത് ദൈവം തിരിച്ചു നൽകും. അത് ദൈവം പരിശീലിപ്പിക്കും. ദൈവത്തെയാണ് നീ സ്നേഹിക്കേണ്ടത്. ദൈവം തരുന്ന ഭൗതിക ഐശ്വര്യങ്ങൾ നല്ലത് തന്നെ സ്വീകരിച്ചുകൊള്ളുക. ആവശ്യ സമയത്ത് ദൈവം നിനക്ക് തരും. അത് ചിലർ ഭൗതിക ഐശ്വര്യങ്ങളെക്കുറിച്ചല്ല ദൈവത്തിനെ സമീപിക്കുന്നത്, ആത്മീയ സന്തോഷം പ്രാപിക്കാനാണ്. അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഈ ആത്മസന്തോഷം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയ സഹോദര സഹോദരി, ആത്മീയ അനുഭൂതികളും സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത കുറഞ്ഞു പോകും. പക്ഷെ ആ സമയത്ത് ആര് വിശ്വാസത്തിൽ നിൽക്കുന്നുവോ അവർക്ക് അതിനുശേഷം ലഭിക്കുന്ന അനുഗ്രഹപ്രദമായൊരവസ്ഥയുണ്ട്. വിശുദ്ധരായിട്ടുള്ള വ്യക്തികളൊക്കെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു വ്യക്തി എവുപ്രാസ്യോമയാണ്. എവുപ്രാസ്യോമയുടെ തിരുനാൾ നമ്മൾ അടുത്ത് ആഘോഷിച്ചു. എവുപ്രാസ്യോമയ്ക്ക് ഇഷ്ടംപോലെ ആത്മീയ അനുഭൂതികൾ ലഭിക്കുമായിരുന്നു. ദൈവീയമായ കാര്യങ്ങൾ കാണാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ച വ്യക്തിയായിരുന്നു. ഈശോയെ കാണാൻ പറ്റും, മാതാവിനെ കാണാനായിട്ട് പറ്റും, ഔസപിതാവിനെ കണ്ടിട്ടുണ്ട്, മാലകമാരെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വലിയ ആത്മസന്തോഷം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രശ്നമുണ്ട്. ദുഷ്ടാരൂപികളെയും പലപ്പോഴും എവുപ്രാസ്യോമ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നല്ല ആത്മസന്തോഷം അനുഭവിക്കും. അപ്പോൾ എവുപ്രാസ്യോമ പറയും, ഞാനൊരു മോശഭാഗ്യത്തിലിരിക്കുന്നു, നല്ല ആത്മസന്തോഷം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എവുപ്രാസ്യോമ എഴുതിയ കത്തുകളുണ്ട്. തൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ വെളിപ്പെടുത്താനായിട്ട് അന്നത്തെ ആത്മീയ ഗുരുവായിരുന്ന മേനാച്ചേരി പിതാവിന് എഴുതിയ കത്തുകളുണ്ട്. ആ കത്തുകൾ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു.
ഇന്ന് എബ്രാസ്യമ്മ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ടുള്ള ശക്തമായ തെളിവെന്ന് പറയുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്തുകളാണ്. പിതാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അതിനകത്ത് ഒരു കത്തിനകത്ത് വലിയ ആത്മസന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അടുത്ത കത്തിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാനൊരു മ്ലേച്ഛ കുഴിയിൽ വീണിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ പൈശാചി പീഡകളും വരുന്നുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ചിന്തകളും ഭാവനകളും വരുന്നു, വലിയ ഞെരുക്കത്തിലാണ്, ഒരു ആത്മസന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ എബ്രാസ്യം പറയുന്നുണ്ട്, പിതാവ് പ്രാർത്ഥിക്കണം, ഇങ്ങനെ തുടരാനുള്ള ശക്തി എനിക്കില്ല, ഞാൻ മരിക്കുന്നതിന് വേണ്ടി പിതാവ് പ്രാർത്ഥിച്ചുകൊള്ളുക, കാരണം എനിക്ക് താങ്ങാനാകാത്ത ഞെരുക്കങ്ങൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് എബ്രാസ്യമ്മ ചില കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനത്തെ കത്തുകളിലേക്ക് വരുന്ന സമയത്ത് തീക്ഷ്ണമായ വലിയ അനുഭൂതികൾ, വലിയ ഈ ഞെരുക്കത്തിൻ്റെ അനുഭൂതികളെല്ലാം സാവധാനം അപ്രത്യക്ഷമാകുന്നുണ്ട്. അതിനുശേഷം ശാശ്വതമായൊരു സമാധാനം ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്, ഉള്ളിൽ ആരോ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, ശാന്തമായൊരു സാന്നിധ്യം. എബ്രാസ്യം പറയുന്നുണ്ട്, പിതാവേ ഈ അനുഭവം എനിക്ക് മതി, ഇത് വളരെ ശാന്തമായതാണ്, ഗ്രേസ്ഫുള്ളാണ്, തീക്ഷ്ണമായ വലിയ അനുഭൂതി വിശേഷങ്ങളില്ല, പിശാചിൻ്റെ വലിയ തട്ടിപ്പൊന്നുമില്ല. ഉള്ളിൽ ഈശോ പറഞ്ഞ പോലെ യുഗാന്തത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവ സാന്നിധ്യ സ്മരണയിൽ പിന്നെ ശിഷ്ടകാലം അനുഗ്രഹത്തോടെ എബ്രാസ്യം ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മീയ ജീവിതത്തിലെ കർത്താവ് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾ ഇമോഷൻസിന് വലിയ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തീരും. അനുഭൂതി വിശേഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. നഷ്ടപ്പെടുമ്പോഴും വിശ്വാസത്തിൽ തന്നെ നടക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് നോക്കി. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? യേശു ക്രിസ്തുവിൽ ഞാൻ ദൈവ പൈതലായിട്ട് തീരും, ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ വ്യക്തിയായിട്ട് തീരും. സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, സൗമ്യത എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട്, എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരുന്നുണ്ട്. ഈ യാത്രയിൽ വിശ്വാസത്താലുള്ള യാത്ര ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മിലേക്ക് തിരിയുന്നതല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക് തിരിയുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങൾ നമ്മുടെ അനുഭവത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹ മാധ്യമമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പുസ്തകം പറയുന്നത്, വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾ നടക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ. അനേകർ വിശ്വാസപ്രമാണം ഏറ്റു ചൊല്ലുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എവിടെയാണ് വീഴ്ച വരുന്നത്? അവർ നടക്കുന്നില്ല. ഞാനന്ന് പറഞ്ഞു, എൻ്റെ കാല് ഒടിഞ്ഞു, എൻ്റെ കാല് സൗഖ്യം പ്രാപിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ നടക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് കാല് വേദനിച്ചു. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ എന്താണ്? വടിയെടുത്ത് കാലിൻ്റെ വേദന ശമിപ്പിക്കാനായിട്ട് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നടക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരിക്കലും സൗഖ്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് വേദന സഹിച്ച് തന്നെ നടക്കുക. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, അതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഞാൻ പറയുന്നത് ശരിയാണ്, എൻ്റെ കാല് സൗഖ്യം പ്രാപിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ നടക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല വേദനയുണ്ട്. നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് വേദനയുള്ളത്. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നില്ല, ഞാൻ കട്ടിലിൽ തന്നെ കിടക്കുകയാണെന്ന് വിചാരിച്ചോ, കുഴപ്പമില്ലല്ലോ, വാക്കിംഗ് സ്റ്റിക്ക് ഉപേക്ഷിച്ചു, പക്ഷെ നടക്കുന്നില്ലെങ്കിലും എനിക്ക് ആ സൗഖ്യം പ്രാപിക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ആത്മീയ ജീവിതത്തിൽ നടക്കണം. വിശ്വാസത്തിൽ ഒരു ആത്മീയ അനുഭൂതികളില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് തന്നെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കണം. പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുരിശേ കിടക്കുന്ന ഒരു വേദനയുണ്ടാകും. യേശു കുരിശിൽ കിടന്ന പോലെ ക്രൂശിൽ കിടന്ന് ഈശോ ദൈവേഷ്ടം നിറവേറ്റി. പക്ഷെ അത് കഴിഞ്ഞാൽ പ്രിയ സഹോദര സഹോദരി, മറ്റൊരു ശക്തി നിൻ്റെ മേൽ ആവസിക്കും. സ്വർഗ്ഗശക്തി, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മ ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കുകയും നീ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. പക്ഷെ ഇതിന് രണ്ടിനും ഇടയിൽ വിശ്വാസത്തിൽ നടക്കുന്ന എല്ലാ അനുഭൂതി വിശേഷങ്ങളും പിൻവലിക്കപ്പെടുന്ന, നമ്മൾ ഡാർക്ക് നൈറ്റ് എന്ന് പറയും, ഒരു അന്ധകാരത്തിൻ്റെ രാത്രി, ഒരു മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ സമയത്ത് നമ്മുടെ അനുഭൂതിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കരുത്. അനേകർ പതറിപ്പോകുന്നത് സ്വന്തം അനുഭൂതി വിശേഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, പത്രോസ് ശ്ലീഹായെക്കുറിച്ച് അറിയാം. പത്രോസ് ശ്ലീഹ എങ്ങനെയാണ് യേശു ശിഷ്യനായിട്ട് തീരുന്നത്? സംഭവിച്ച കാര്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം അധ്യായം 5 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവവചനം കേൾക്കാൻ ജനം മുഴുവൻ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി, അഭിഷേക വചനം കേൾക്കാനായിട്ട്. അങ്ങനെ ഈശോ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച്, അനുഗ്രഹം തരുന്ന ദൈവത്തെക്കുറിച്ച്. ജനം മുഴുവൻ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. പക്ഷെ ഒരാൾ മാത്രം ദുഃഖത്തോടെ ഇരിക്കുന്നു. ആരാണ്? പത്രോസാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് യേശു പറയുമ്പോഴും
പത്രോസിൻ്റെ ചിന്ത ഇതായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് പത്രോസ് മത്സ്യം പിടിക്കാൻ പോയതാണ്. പക്ഷെ ഒരു മീൻ പോലും കിട്ടാതെ അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈശോ ഒരു കാര്യം വചനം പറയുമ്പോൾ, സത്യവചനങ്ങൾ പറയുമ്പോഴും പത്രോസ് സ്വന്തം എക്സ്പീരിയൻസിലേക്കാണ് തിരിയുന്നത്. അദ്ദേഹത്തിന് അത് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഒരു മീൻ പോലും കിട്ടാതെ ശൂന്യമായ വല വലിച്ച് ഞാൻ തിരിച്ച് കരയിലേക്ക് വരേണ്ടി വന്നു? അതുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യം അത്ര ബോധിച്ച് പത്രോസിന് കിട്ടുന്നില്ല. അദ്ദേഹം ദുഃഖത്തോടെയാണ് വചനം കേൾക്കുന്നത്. ശിവവചന പ്രഘോഷണം കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസിനെ നോക്കിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാനായിട്ട് പത്രോസിനോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? എന്താണ്? അദ്ദേഹം വലയിറക്കുകയല്ല ചെയ്തത്. പത്രോസ് സ്വന്തം സംശയം വെളിപ്പെടുത്തി. പത്രോസ് പറഞ്ഞു, ഈശോയെ, ഈ കടലിനെ കുറിച്ച് താങ്കളെക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം. ഇന്നലെ രാത്രി ഏറ്റവും ഉചിതമായ സമയത്ത് ഞങ്ങൾ വല വീശാൻ പോയി, ഒരു മീൻ പോലും കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ കാര്യം എന്താണ്? ഈശോ പറഞ്ഞെങ്കിലും വലയിറക്കാൻ പത്രോസിന് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ ഇപ്പോൾ വലയിറക്കിക്കൊണ്ട് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ആദ്യ ചിന്ത അതാണ് വന്നേ, സ്വന്തം സെൽഫിൽ നിന്ന് വരുന്നതാണ്. സ്വന്തം യുക്തി ആണ് പത്രോസിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. പത്രോസ് അനുഗ്രഹം പ്രാപിക്കാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിലും പത്രോസ് വീണ്ടും ഈശോയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വലയിറക്കാനൊന്നും തോന്നുന്നില്ല, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. പത്രോസിന് ആദ്യം വലയിറക്കാൻ തോന്നിയില്ലെങ്കിലും സ്വന്തം തോന്നലനുസരിച്ചല്ല പത്രോസ് പ്രവർത്തിച്ചത്. യേശു പറഞ്ഞ വചനം അനുസരിച്ച് അദ്ദേഹം വലയിറക്കുകയും വേദപുസ്തകം പറയുന്നു അദ്ദേഹത്തിന് വല നിറയെ മത്സ്യങ്ങൾ ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തോന്നലനുസരിച്ച് മുന്നോട്ട് പോകുന്നതല്ല. നമ്മുടെ തോന്നലിനപ്പുറത്ത് യേശു ക്രിസ്തുവിൽ ദൈവം നൽകിയ വചന വാഗ്ദാനങ്ങൾ ശ്രവിച്ച് അതിൻ പ്രകാരം നാം നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടുകയും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുക. അനേകർ നയിക്കും തോന്നലാണ്. നമുക്കറിയാം, തോന്നലനുസരിച്ച് നടക്കുന്നവർ നമ്മൾ പറയുന്നത് എന്താണ്? ഒറ്റ വാക്ക് എന്താണ്? തോന്നൽ അനുസരിച്ച് നടക്കുന്നവരെയാണ് നമ്മൾ തോന്നിവാസികൾ എന്ന് പറയാം. സ്വന്തം തോന്നലനുസരിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ജപമാല ചൊല്ലാൻ തോന്നുന്നില്ല, വചനം വായിക്കാൻ തോന്നുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. അവരെല്ലാം തോന്നലിൻ്റെ പിടിയിലാണ്. എന്ന് വെച്ചാൽ അവരെ നയിക്കുന്നത് സൈറ്റാണ്, അവരുടെ കാഴ്ചയാണ്, അവരുടെ അനുഭൂതികളാണ്. എന്നാൽ തോന്നലിനപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും യേശുവിൻ്റെ വാഗ്ദാനങ്ങളും ചേർന്നിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിത അനുഗ്രഹം പ്രാപിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭൂതി വിശേഷങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹ വാഗ്ദാനങ്ങളിൽ നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, വിശ്വാസത്തിൽ നടക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.